രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം. യഹൂദ രാജാവായ യെഹോശാഫാത്തിന്റെ 18-ാം ആണ്ടിൽ ആഹാബിന്റെ മകനായ യെഹോരാം ശമരിയയിൽ ഇസ്രായേലിനു രാജാവായി. അവൻ 12 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായതു ചെയ്തു. തൻ്റെ അപ്പനെയും അമ്മയെയും പോലെ അല്ലതാനും. തൻ്റെ അപ്പനുണ്ടാക്കിയ ബാൽ വിഗ്രഹം അവൻ നീക്കിക്കളഞ്ഞു. എന്നാൽ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൊരബെയാമിൻ്റെ പാപങ്ങളെ അവൻ വിട്ടുമാറാതെ മുറുകെ പിടിച്ചു. മോവാബ് രാജാവായ മേശക്ക് അനവധി ആടുണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ രാജാവിന് 100,000 കുഞ്ഞാടുകളെയും 100,000 ആട്ടുകൊറ്റന്മാരുടെയും രോമം കൊടുത്തു വന്നു. എന്നാൽ ആഹാബ് മരിച്ച ശേഷം മോവാബ് രാജാവ് ഇസ്രായേൽ രാജാവിനോട് മത്സരിച്ചു. ആ കാലത്ത് യെഹോരാം രാജാവ് ശമരിയിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രായേലിനെയൊക്കെയും എണ്ണി നോക്കി. പിന്നെ അവൻ, മോവാബ് രാജാവ് എന്നോട് മത്സരിച്ചിരിക്കുന്നു, മോവാബ്യരോട് യുദ്ധത്തിന് നീ കൂടെ പോരുമോ എന്ന് യഹൂദ രാജാവ് യെഹോശാഫാത്തിനോട് ആളയച്ച് ചോദിപ്പിച്ചു. അതിനവൻ, ഞാൻ പോരാം, നീയും ഞാനും എൻ്റെ ജനവും നിൻ്റെ ജനവും എൻ്റെ കുതിരകളും നിൻ്റെ കുതിരകളും ഒരുപോലെയല്ലോ എന്ന് പറഞ്ഞു. നാം ഏതു വഴിയായി പോകണമെന്ന് അവൻ ചോദിച്ചതിന്, ഏതോ മരുഭൂമി വഴിയായി തന്നെ എന്നവൻ പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് യഹൂദ രാജാവും ഏദോം രാജാവുമായി പുറപ്പെട്ടു. അവർ 7 ദിവസത്തെ വഴി ചുറ്റി നടന്ന ശേഷം അവരോട് കൂടെയുള്ള സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളം കിട്ടാതെയായി. അപ്പോൾ ഇസ്രായേൽ രാജാവ്, അയ്യോ, ഈ 3 രാജാക്കന്മാരുടെയും യഹോവ വിളിച്ചു വരുത്തിയത് അവരെ മോവാബ്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിനോ എന്ന് പറഞ്ഞു. എന്നാൽ യെഹോശാഫാത്ത്, നാം യഹോവയോട് അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകൻ ആരുമില്ലയോ എന്ന് ചോദിച്ചതിന്, ഇസ്രായേൽ രാജാവിൻ്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ, ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ച ഷാഫാത്തിൻ്റെ മകൻ എലീശ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവൻ്റെ പക്കൽ യഹോവയുടെ അരുളപ്പാടുണ്ടെന്ന് യെഹോശാഫാത്ത് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവും യെഹോശാഫാത്തും ഏദോം രാജാവും കൂടെ അവൻ്റെ അടുക്കൽ ചെന്നു. എലീശ ഇസ്രായേൽ രാജാവിനോട്, എനിക്കും നിനക്കും തമ്മിലെന്ത്? നീ നിൻ്റെ അപ്പൻ്റെ പ്രവാചകന്മാരുടെ അടുക്കലും നിൻ്റെ അമ്മയുടെ പ്രവാചകന്മാരുടെ അടുക്കലും ചെല്ലുക എന്ന് പറഞ്ഞു. അതിന് ഇസ്രായേൽ രാജാവ് അവനോട്, അങ്ങനെയല്ല, ഈ 3 രാജാക്കന്മാരെയും മോവാബ്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് യഹോവ അവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. അതിനു എലീശ, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ്. യഹൂദ രാജാവായ യെഹോശാഫാത്തിന്റെ മുഖം ഞാൻ ആദരിച്ചില്ല എങ്കിൽ ഞാൻ നിന്നെ നോക്കുകയോ കടാക്ഷിക്കുകയോ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വീണക്കാരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. വീണക്കാരൻ വായിക്കുമ്പോൾ യഹോവയുടെ കൈ അവൻ്റെ മേൽ വന്നു. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ടവൻ മോവാബ്യരെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. നിങ്ങൾ ഉറപ്പുള്ള പട്ടണങ്ങളും ശ്രേഷ്ഠ നഗരങ്ങളും എല്ലാം ജയിച്ചടക്കുകയും നല്ല വൃക്ഷങ്ങളെല്ലാം മുറിക്കുകയും നീരുറവുകളെല്ലാം അടച്ചു കളയുകയും നല്ല നിലങ്ങളെല്ലാം കല്ലുവാരിയിട്ട് ചീത്തയാക്കുകയും ചെയ്യും. പിറ്റന്നാൾ രാവിലെ ഭോജനയാഗത്തിൻ്റെ സമയത്ത് വെള്ളം ഏദോം വഴിയായി വരുന്നത് കണ്ടു. ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു. എന്നാൽ ഈ രാജാക്കന്മാർ തങ്ങളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വന്നെന്ന് മോവാബ്യരൊക്കെയും കേട്ടപ്പോൾ അവർ ആയുധം ധരിപ്പാൻ തക്ക പ്രായത്തിലും മേലോട്ടുള്ളവരെ വിളിച്ചുകൂട്ടി അതിരിങ്കൽ ചെന്ന് നിന്നു. രാവിലെ അവർ എഴുന്നേറ്റപ്പോൾ സൂര്യൻ വെള്ളത്തിന്മേൽ ഉദിച്ചിട്ട് മോവാബ്യർക്ക് തങ്ങളുടെ നേരെയുള്ള വെള്ളം രക്തം പോലെ ചുവപ്പായി തോന്നി. അത് രക്തമാകുന്നു. ആ രാജാക്കന്മാർ തമ്മിൽ പൊരുത് അന്യോന്യം സംഹരിച്ചു കളഞ്ഞു. ആകയാൽ മോവാബ്യരെ കൊള്ളയ്ക്ക് വരുവീൻ എന്ന് അവർ പറഞ്ഞു. അവർ ഇസ്രായേൽ പാളയത്തിങ്കൽ എത്തിയപ്പോൾ ഇസ്രായേലിൽ എഴുന്നേറ്റ് മോവാബ്യരെ തോൽപ്പിച്ചു ഓടിച്ചു. അവർ ദേശത്തിൽ കടന്നു ചെന്ന് മോവാബ്യരെ പിന്നെയും തോൽപ്പിച്ചു കളഞ്ഞു. പട്ടണങ്ങളെ അവർ ഇടിച്ചു നല്ല നിലമൊക്കെയും ഓരോരുത്തൻ ഓരോ കല്ലിട്ട് നികത്തി നീരുറവുകളെല്ലാം അടച്ചു നല്ല വൃക്ഷങ്ങളെല്ലാം മുറിച്ചു കളഞ്ഞു. കീർഹരേഷ്യത്തിൽ മാത്രം അവർ അതിൻ്റെ കല്ലവൻ അങ്ങനെ തന്നെ വിട്ടേച്ചു. എന്നാൽ കവണക്കാർ അതിനെ വളഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞു. മോവാബ് രാജാവ് പട തനിക്ക് അതിവിഷമമായി എന്ന് കണ്ടപ്പോൾ ഏദോം രാജാവിനെ അണിമുറിച്ച് ആക്രമിക്കണതിന് 700 ആയുധപാണികളെ കൂട്ടിക്കൊണ്ടു ചെന്നു. എങ്കിലും സാധിച്ചില്ല. ആകയാൽ അവൻ തൻ്റെ ശേഷം വാഴുവാനുള്ള ആദ്യജാതിനെ പിടിച്ച് മതിലിന്മേൽ ദഹനയാഗം കഴിച്ചു. അപ്പോൾ ഇസ്രായേലിന്റെ മേലെ മഹാകോപം വന്നതുകൊണ്ട് അവർ അവന് വിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോന്നു.